ചർച്ചയിലേക്ക് നമുക്ക് വരാം. വി എസിനെതിരെ വീണ്ടും പാർട്ടി പ്രമേയം എന്നതാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. വി എസിനെതിരെ വീണ്ടും പാർട്ടി പ്രമേയം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ UDFിൻ്റെ രക്ഷകനാകുന്ന വി എസ് PBയെ വെല്ലുവിളിക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രമേയം. സമാന്തര നേതൃത്വം ഉണ്ടാക്കാനാണ് വി എസിൻ്റെ ശ്രമമെങ്കിൽ വച്ച് പൊറുപ്പിക്കില്ല. വി എസ് പാർട്ടിയുടെ കൂട്ടായ തീരുമാനങ്ങൾ അംഗീകരിക്കണം. പാർട്ടിക്ക് വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടെന്ന രീതിയിൽ പരസ്യ പ്രസ്താവനകൾ നടത്തരുതെന്നും സെക്രട്ടേറിയറ്റിന്റെ പ്രമേയത്തിൽ പറയുന്നു. സമീപകാലത്ത് വി എസ് ചില ദൃശ്യമാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലെ പരാമർശങ്ങൾ തെറ്റും അടിസ്ഥാനരഹിതവുമാണെന്ന് PB കണ്ടെത്തിയ ശേഷവും തെറ്റിദ്ധാരണ മൂലമാണ് PB ഇങ്ങനെ പറഞ്ഞതെന്ന് വി എസ് ആവർത്തിച്ചു. ഇത് PBയെ തന്നെ തള്ളിപ്പറയലും വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച പ്രമേയത്തിൽ പറയുന്നു. UDF പ്രതിസന്ധി നേരിടുന്ന പല ഘട്ടത്തിലും അതിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാനാവും വിധം പാർട്ടിക്കെതിരെ പരസ്യമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് വി എസിൻ്റെ പതിവാണ്. പതിവ് പോലെ ഇത്തവണയും അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ വി എസ് പാർട്ടി നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചു. പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന പരസ്യ പ്രസ്താവന ആദ്യമായല്ല വി എസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ ഒന്നിലധികം തവണ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതാണ്. LDF വിപുലപ്പെടുത്താനുള്ള തീരുമാനം 21ാം പാർട്ടി കോൺഗ്രസും സംസ്ഥാന സമ്മേളനവും കൈക്കൊണ്ടു. ഇത് തൻ്റെ വ്യക്തിപരമായ അജണ്ടയാണെന്ന് തോന്നിക്കുമാറാണ് വി എസ് അവതരിപ്പിക്കുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെയും സംസ്ഥാന നേതൃത്വത്തെയും മാറ്റി നിർത്തി മതനിരപേക്ഷ കക്ഷികളുമായി യോജിപ്പ് ശക്തിപ്പെടുത്തുന്ന ഈ ഞങ്ങളാരെന്നും സെക്രട്ടേറിയറ്റ് ചോദ്യം ഉന്നയിക്കുന്നു. കേരളത്തിലെ ഏറ്റവും സീനിയറായ പാർട്ടി നേതാവായ സഖാവ് വി എസിനോട് മുമ്പ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ച കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് സെക്രട്ടേറിയറ്റ് ഉദ്ദേശിക്കുന്നത്. അത് പാർട്ടിയെക്കുറിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന പൊതുപ്രസ്താവനകൾ സഖാവ് ചെയ്യരുത്. സംസ്ഥാന കമ്മിറ്റിയുടെ കൂട്ടായ തീരുമാനങ്ങൾക്ക് സഖാവ് വഴങ്ങണം. ഇത് സംബന്ധിച്ചുണ്ടായ പ്രശ്നങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചിട്ടുള്ള പ്രമേയം. പാർട്ടിയെക്കുറിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന പൊതുപ്രസ്താവനകൾ വി എസ് ചെയ്യരുതെന്നും സംസ്ഥാന കമ്മിറ്റിയുടെ കൂട്ടായ തീരുമാനങ്ങൾക്ക് അദ്ദേഹം വഴങ്ങണമെന്നും സെക്രട്ടേറിയറ്റ് പ്രമേയ രൂപേണ പറഞ്ഞു. അഴിമതിയിൽ മുങ്ങിയ UDF സർക്കാർ പ്രതിഷേധങ്ങളിൽ നിന്ന് താൽക്കാലികമായി രക്ഷ നേടാനാണ് ഇളമരം കരീമിനെതിരായ നുണപ്രചരണം അഴിച്ചുവിടുന്നതെന്നും കോടിയേരി പറഞ്ഞു. ആ ടൈറ്റാനിയം കേസോ KMML കേസോ അന്വേഷിക്കാൻ CBI സന്നദ്ധമായില്ല. ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഈ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്നിട്ടുള്ള ഇത്തരം കേസുകളൊന്നും CBIക്ക് വരണമെന്ന് ആവശ്യപ്പെടാത്ത UDF ഇപ്പോൾ ഈ കേസ് CBIക്ക് വരണമെന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ഉദ്ദേശം മാത്രമാണുള്ളത്. ചർച്ചയിലേക്ക് വരാം. വി എസിനെതിരെ വീണ്ടും പാർട്ടി പ്രമേയം. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് ഇടത് ചിന്തകൻ ശ്രീ ഭാസുരേന്ദ്ര ബാബു, മുതിർന്ന മാധ്യമപ്രവർത്തകരായ ശ്രീ P രാജൻ, ശ്രീ PP ജെയിംസ്, ശ്രീ A സജീവൻ, രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ഫക്രുദ്ദീൻ അലി എന്നിവരാണ്. ആദ്യം ശ്രീ ഭാസുരേന്ദ്ര ബാബു, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ് കടുത്ത അച്ചടക്ക ലംഘനം നടത്തിയിരിക്കുന്നു. അതായത് PBയെ വെല്ലുവിളിച്ചു, കേരളത്തിലെ പാർട്ടിയെ പരസ്യമായി അപകീർത്തിപ്പെടുത്തുന്നു. ഇതിലൂടെ വലതുപക്ഷ നിലപാടുകളെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് UDFന് സഹായകമാകുന്ന നിലപാടായി അത് മാറുന്നു. VS പാർട്ടിയെ പ്രതിസന്ധിയിൽ പെടുത്തരുത്, പാർട്ടിക്ക് വഴങ്ങണം, ഇത് അച്ചടക്ക നടപടിയല്ല, ഓർമ്മപ്പെടുത്തലാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വ്യക്തമായിരിക്കെ യഥാർത്ഥത്തിൽ പാർട്ടി ഇപ്പോൾ നമുക്ക് വി എസിൻ്റെ നിലപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ചരിത്രം മനസ്സിൽ വെച്ചുകൊണ്ട് പരിശോധിച്ചാൽ ഇപ്പോൾ പാർട്ടി ഇങ്ങനെയൊരു നിലപാട് എടുത്തിരിക്കുന്നത് വി എസിനോട് കാണിക്കുന്ന കടുത്ത ഔദാര്യം എന്നല്ലാതെ മറ്റെന്ത് പറയാനാണ്? അതേക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർട്ടികളാണ് ഭരിക്കുന്നത്. പാർട്ടികൾ പറയുന്നതനുസരിച്ചാണ് ഭരണം നടക്കുന്നത്. കോൺഗ്രസിൻ്റെ കാര്യത്തിലായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യത്തിലായാലും BJPയുടെ കാര്യത്തിലായാലും ഒക്കെ അങ്ങനെയാണ് നടക്കുന്നത്. ഇന്ത്യൻ്റെ സവിശേഷതയാണ്. പാർട്ടി അച്ചടക്കം എത്ര പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് അത് ഒരു വശം. രണ്ടാമത്തെ വശം, നേരത്തെ ഇവിടെ ശ്രീ ഭാസുരേന്ദ്ര ബാബു പറഞ്ഞ കാര്യങ്ങളോട് ചെറിയൊരു വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ സംസാരിക്കട്ടെ. കാരണം VS എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രമായിട്ട് കാണേണ്ട കാര്യമില്ല.
കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇന്ത്യയിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള അപജയങ്ങളുടെ കാരണത്തെക്കുറിച്ച് പാർട്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ആ അപജയങ്ങളിൽ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു പഴയകാല കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു സ്വീകാര്യത VSനെ പോലൊരു നേതാവിന് കേരളത്തിൽ ഇടതുപക്ഷ സർക്കിളുകളിൽ ഇന്ത്യയിൽ പോലും ലഭിക്കുന്നുണ്ട് എന്നുള്ളത് പാർട്ടി അറിയുന്നത് കൊണ്ടാണ് ഇത്രയൊക്കെ പാർട്ടി അച്ചടക്ക വിരുദ്ധമായിട്ട് പെരുമാറിയിട്ടും VSനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പാർട്ടി ധൈര്യപ്പെടാത്തത്. പക്ഷേ ശ്രീ PP ജെയിംസ്, ഭാസുരേന്ദ്ര ബാബു ചൂണ്ടിക്കാണിച്ചതിനെ കുറിച്ച് പിണറായി വിജയനെതിരായി പൊക്കിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് ശരി. നമ്മൾ അവസാനത്തെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കുന്ന കാര്യത്തിലായാലും മറ്റേതെങ്കിലും മതികെട്ടാൻ മലയുടെ കാര്യത്തിലായാലും മറ്റ് ഏതെങ്കിലും കാര്യത്തിലായാലും അവസാനം വരെ കൊണ്ടുപോയിട്ടില്ല. അദ്ദേഹത്തിന് പോകാനായിട്ട് സാധിച്ചിട്ടുമില്ല. അദ്ദേഹം ഈ പ്രസ്താവനകൾ വഴി ഈ പാർട്ടിയെ ദ്രോഹിക്കുക, പാർട്ടി നേതൃത്വത്തെ ദ്രോഹിക്കുക എന്ന നയം തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു പരിണത ഫലം പാർട്ടി അനുഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാർക്സിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളും അനുഭവിക്കുന്നുണ്ട്. ചില മാധ്യമങ്ങൾ ഒഴിച്ച് ചില മാധ്യമങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി കൂടിയാണ് അച്യുതാനന്ദൻ അത് ചെയ്തത്. അദ്ദേഹം യഥാർത്ഥത്തിൽ അഴിമതി വിരുദ്ധനല്ല. കാരണം കഴിഞ്ഞ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് നിയമസഭയിൽ ഉന്നയിച്ച ജനതാ പാർട്ടിക്കെതിരായി വീരേന്ദ്രകുമാർ നൽകുന്ന ജനതാദളിനെതിരായി അഴിമതി ആരോപണം ഉന്നയിക്കുകയും ശ്രീ കൊടേരി ബാലകൃഷ്ണൻ അതിൻ്റെ പേരിൽ കേസെടുക്കുമെന്ന് പറയുകയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മാധ്യമങ്ങളത് മറച്ചു വയ്ക്കുന്നതുകൊണ്ട് ജനങ്ങൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഒരുപക്ഷെ